അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. അർജുൻ, ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ്. മന്ത്രി ഐസിയുവിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിച്ച വിവരം. പുതിയ വാർത്തകൾ എന്താണ്? വീണ ജോർജ്, അയ്യോ ക്ഷമിക്കണം, നടിയല്ല, നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാട്ടിയപ്പോൾ കരിങ്കൊടിയുടെ കാറ്റടിച്ച് ഇന്ന് ഐസിയുലായിരിക്കുകയാണ്. അതിതീവ്ര പരിചരണത്തിലാണ്, അതായത് ഐസിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, കണ്ണൂരിൽ ഇന്ന് KSU പ്രവർത്തകരും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുകാരും ചേർന്നിട്ട് ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. അതില് എന്താണ്, വധശ്രമത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞ പേരിൽ 5 പേർക്ക് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ സത്യാവസ്ഥയും യാഥാർത്ഥ്യം എല്ലാം കൂടെ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തുകൂടാ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ വീണ ജോർജിന് മന്ത്രി എന്നുള്ള ഒരു ധാർഷ്ട്യം നേരത്തെ തന്നെ ഉള്ളതാണ്. അപ്പൊ അത് 8 മടക്കി പോക്കറ്റിൽ വെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താണ്, ഈ വീണ ജോർജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മന്ത്രി എന്ന നിലയിലും ബാക്കി എല്ലാ നിലയിലും അവർ നന്നായിട്ട് അഹങ്കരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് എക്കാലും വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നോടിയായിട്ട് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും ഹൈപ്പും ലൈക്കും കൊടുക്കാണ്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. വീണ ജോർജിനെ കണ്ണൂരിൽ കരിങ്കൊടി കാട്ടി എന്നുള്ള ഒരു ആരോപണമാണ് നിൽക്കുന്നത്. ശരിയാണ്, അവരുടെ പ്രതിഷേധം നടത്തിയിരുന്നു. കരിങ്കൊടി കാട്ടാൻ വേണ്ടി KSU പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസുകാരെല്ലാം വന്നിരുന്നു. നല്ലൊരു പ്രതിഷേധമായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ CCTV ദൃശ്യങ്ങളിൽ നിന്നല്ല, നമുക്ക് കിട്ടിയ വിഷ്വൽസിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്. എനിക്ക് തന്നെയല്ല, ആ ഒരു വീഡിയോ കാണുന്ന പുറത്തോട്ട് ഔട്ട് വന്നിരിക്കുന്ന വീഡിയോ കാണുന്ന ആർക്കാണെങ്കിലും മനസ്സിലാകും ഇവിടെ യാതൊരു കാരണവശാലും ഈ ആരോഗ്യമന്ത്രി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സിനിമ നടിയെക്കാളും വെല്ലുന്ന അഭിനേത്രി ആയിട്ടുള്ള വീണ ജോർജ് മേഡത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടം നമുക്ക് ഒരു സംശയമില്ലാതെ പല ആവർത്തിയും നമുക്ക് നിരീക്ഷണത്തിൽ നിന്ന് കണ്ട ബോധ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യം, അവർക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചിട്ടില്ല. പിന്നെ എത്രയും പെട്ടെന്ന് അയ്യോ എന്റെ പെടലി പോയി, എന്റെ പെടലി ഒടിഞ്ഞ്, എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് മേഡം ഇങ്ങനെ ഒരു പ്രഹസനം നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? ഞങ്ങൾ മടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഉഷ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ വയറ്റിൽ കത്രിയെ കണ്ടപ്പോഴത്തേക്ക് അത് ഞാൻ അന്വേഷണ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുണ്ട്. ഇവർ ഈ സഭയിലോട്ട് വന്നതിന് ശേഷം ഈ 5 വർഷത്തിനിടയിൽ ഒരു 10-60ഓളം അന്വേഷണ കേസുകളാണ് കഴിഞ്ഞ ദിവസം അന്വേഷിക്കാൻ ഞാൻ വരട്ടെ, റിപ്പോർട്ട് തേടുന്നു, റിപ്പോർട്ട് അന്വേഷിക്കുന്നു, ഇതന്വേഷിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ഒരു കെട്ടിടം പൊളിഞ്ഞ് വീണപ്പോഴത്തേക്ക് ഇവരെന്താണ് പറഞ്ഞത്? ഞാനാണോ കോൺട്രാക്ടർ, അതാണോ മറ്റേതാണോ മറിച്ചത്, ഞാനാണോ സിമെന്റ് ഫാക്ടറിയിൽ സിമെന്റ് ഉണ്ടാക്കുന്നത്, എന്റെ ഫാക്ടറിയാണോ മറ്റത് മറിച്ചത്, അങ്ങനെ ഒരു മുട്ടാത്താപ്പ് ന്യായം പറഞ്ഞു ഒഴിവാണല്ലോ മേഡം. കുറെ ആയില്ലേ മേഡം നിങ്ങൾ ഇങ്ങനെ മുട്ടാത്താപ്പ് ന്യായം പറഞ്ഞിട്ട്? ഏഷ്യാനെറ്റുകാർ തന്നെ പല ആവർത്തിയിൽ ഇവരുടെ പല കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് പിന്നീട് തിരക്കാം, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, എല്ലാം വീണ ജോർജിന് ഒറ്റ ഒരു സംഭവമുള്ളൂ. അന്വേഷണ റിപ്പോർട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം മാത്രമേ അവരെന്തെങ്കിലും നടപടി സ്വീകരിക്കുകയുള്ളൂ. അത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ എത്ര ഒരു 10-60ഓളം അന്വേഷണ റിപ്പോർട്ടാണ് ചോദിച്ചേക്കുന്നത്. അതിൽ ഏതാണ്ട് 10-ന് താഴെയാണ് റിപ്പോർട്ടുകൾക്ക് കിട്ടിയതും അതിന് നടപടിയൊക്കെ കിട്ടിയിട്ടുള്ളതും. എന്നിട്ട് ഇങ്ങനെ വീണ ജോർജിന്റെ ധാർഷ്ട്യത്തിൽ അങ്ങനെ നടക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ കിടന്ന് വലഞ്ഞോണം. എന്തിനാണ് മേഡം ഒന്നും അറിയത്തില്ലെങ്കിൽ വലിയ ഗമയിൽ ആരോഗ്യമന്ത്രി പട്ടം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങ് ഒന്നും പറ്റിയില്ലെങ്കിൽ അന്ന് വിട്ടെറിഞ്ഞിട്ട് പോകില്ല? അന്ന് കുറച്ചെങ്കിലും മന്ദസ്സും അഭിമാനം ഉളുപ്പും തോന്നില്ലേ നിങ്ങൾക്ക് മേഡം? ചോദിച്ചു പോവുകയാണ്. അപ്പം ഏക്കാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവർക്ക് ഇത്രയും ഈ ഗുരുതര പരിക്കേക്കാൻ മാത്രം എന്ത് ആണ് അവിടെ KSU പ്രവർത്തകര് യൂത്ത് കോൺഗ്രസുകാരും കൂടെ നടത്തിയ ആ പരിപാടി ഉണ്ടല്ലോ, അതെന്താ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എനിക്ക് നടക്കാൻ പറ്റില്ല. ആ വീഡിയോ പല ആവർത്തി കണ്ട അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, അവിടെ നമ്മൾ ശരിക്കും നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും വീണ ജോർജിന് അവിടെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവിടെ സ്വാഭാവികമായിട്ട് അവിടെ പറ്റിയിട്ടുള്ളത് ആ വനിതാ സൈമാർക്കാണ്. അതായത് ഇവരെ തടയാൻ നിർത്തിയത്, അവരെ തടഞ്ഞ് അവർക്കൊന്നും പറ്റാതെ സുരക്ഷാ കവചം ഒരുക്കിയ ആ പോലീസുകാർക്കാണ് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടായിരിക്കുക എന്നാണ് എന്റെ ഒരു ബലമായ സംശയം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അവിടെ കരിങ്കൊടി കാണിക്കാൻ വന്ന പ്രവർത്തകർക്കും KSU പ്രവർത്തകർക്കും നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കി അവിടെ ഞാൻ ഈ സൈഡിൽ ഒന്നും കൂടെ കൊടുക്കും, അവർക്ക് യാതൊരു കാരണവശാലും ഒരു തരത്തിലും ഒരു പരിക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ എന്തിനാണ് മേഡം ഇങ്ങനെയൊക്കെ ഒരു പ്രഹസനം കാണിക്കുന്നത്? വീണ്ടും ചോദിച്ചു പോവുകയാണ്. ഇവിടെ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം
ഒരു കുഞ്ഞിന്റെ കളിച്ചോണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. പ്ലാസ്റ്റർ ഇട്ടിട്ട് പ്ലാസ്റ്റർ അത് അഴിച്ചു മാറ്റിയപ്പോഴത്തേക്ക് കൊച്ചിന്റെ വിരൽ അറ്റുപോയ സംഭവം. അതുപോലെ തന്നെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ദുരിതം അനുഭവിക്കുന്ന രോഗികൾ. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ആയിട്ട് വന്ന സംഭവം തന്നെ ഒന്ന് എടുത്തു നോക്കാം. അതായത് ഒരു സർക്കാർ ആശുപത്രി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉഷ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ ഒരു ഭാഗത്ത് കത്രിക അവരൊരു സ്പോസ് എന്ന് പറഞ്ഞ ഒരു സംഭവം അതിനകത്ത് വെച്ച് തുന്നിക്കെട്ടുന്നു. ഒന്ന് ആലോചിക്കുക, ഒരു ഫോറിൻ ഇൻസ്ട്രുമെന്റ് ആണ് അത്. ചിലപ്പം അത് വല്ലതും റിയാക്ഷൻസ് ഉണ്ടായി, അതെന്താണ് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് എവിടെ പോയി നിൽക്കുമായിരുന്നു? ഇൻഫെക്ഷൻ ഉണ്ടായി അത് വേറെ ഓരോരോ അവയവങ്ങളോട്ട് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് എവിടെ പോയി നിൽക്കും? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഒരു ന്യൂസ് ആണ്, ഒരു ആൾക്ക്, ഒരു പാലക്കാടുകാരനെന്ന് തോന്നുന്നു, ഒരാൾക്ക് ഇതുപോലെ ഇൻസ്ട്രുമെന്റ് ഇൻസർട്ട് ചെയ്ത് തുന്നിക്കെട്ടിയതിന് മൂലം അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പുറത്തോട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മേഡം ഞങ്ങളെപ്പോലുള്ളവര് പ്രതിഷേധത്തിനായിട്ട് ഇറങ്ങുന്നത്. ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. അത് നിങ്ങൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കരിങ്കോടി പ്രതിഷേധം വരുമ്പോൾ വ്യക്തിപരമായിട്ട് അത് വീണ ജോർജിലോട്ടല്ല വരുന്നത്. വീണ ജോർജിനെ മാത്രം വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടല്ല വരുന്നത്. നിങ്ങൾ അലങ്കരിക്കുന്ന പദവി അത് വേണ്ടുപോണം ഉപയോഗിക്കാത്ത കൊണ്ടും വേണ്ടതുപോലെ ജനങ്ങളിലോട്ട് എത്തിക്കാത്ത കൊണ്ടും അതിന്റെ പ്രതിഷേധമാണ് നിങ്ങൾക്ക് വരുന്നത്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാക്കണം. അപ്പം നിങ്ങൾക്ക് വരുന്ന പ്രതിഷേധങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കരിങ്കൊടി കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് അതിന്റെ കാറ്റടിച്ചിട്ട് കൊടിയുടെ കാറ്റടിച്ചിട്ട് നിങ്ങൾ ICU കയറേണ്ടി വന്നെന്ന് പറയുന്ന ആ ഒരു സോൾക്കോൾഡ് സാധനം ഉണ്ടല്ലോ മേഡം, നിങ്ങളെ നമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും ഉളുപ്പില്ലാതെ, ഒരു ഉളുപ്പിന്റെ ഒരു അംശം പോലും ഇല്ലാതെ നിങ്ങൾ ഇന്നും ഈ തലയൂർത്ത് നിർത്തുന്നുണ്ടല്ലോ. അതിന്റെ ധാർഷ്ട്യമുണ്ടല്ലോ. നിങ്ങളൊരു ആരോഗ്യമന്ത്രിയായെന്നുള്ള പദവിയിൽ നിങ്ങളുടെ അഹങ്കാരം, അതിനേക്കാളും ഈ തവണ നിങ്ങൾ അടിവര ഇടേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. എന്റെ പൊന്നു ജനങ്ങളെ, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ വീണ ജോർജിന്റെ ഈ വീഴ്ചയിൽ, അതായത് ഈ ആരോഗ്യ മേഖലയിൽ പുള്ളിക്കാരി നടത്തിയിരിക്കുന്ന കുറെ പട്ടുസാരികൾ മാറ്റി മാറ്റി ഉടുത്തോണ്ട് വന്നിട്ട് ആരാടോ നിങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഈ ധാർഷ്ട്യത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്തിരിക്കണം. ശരിക്കും നിങ്ങൾ മടുത്തില്ലേ? നിങ്ങൾ മടുത്തില്ലയോ? നിങ്ങൾ ഈ ആരോഗ്യ രംഗത്ത് എങ്ങനെയാണ് മുന്നിൽ കാണുന്നത്? അതുപോലെ ഇതിന് മുന്നാടി നമുക്കൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, ശൈലജ ടീച്ചർ. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ 7 അയലത്തെത്താനുള്ള എന്തെങ്കിലും യോഗ്യത ഈ വീണ ജോർജിനുണ്ടോ ഇല്ലെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്റെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ച് പേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തുള്ളും ഉണ്ടായി. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്തനക്കാനൊരു അത് 2 വിഭാഗക്കാരും വന്നത്. ഇനി ഇവരുടെ ഒരു ഹോസ്പിറ്റൽ രംഗവും കുറെ പ്രവസനമുണ്ട്, അത് നമുക്ക് എക്കാലും ഒന്ന് കാണാം. എക്കാലും ഇത്രയായില്ല, അതും കൂടെ കണ്ടിട്ട് പോകാം. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. അർജുൻ, ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ്. മന്ത്രി ICUവിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിച്ച വിവരം. പുതിയ വാർത്തകൾ എന്താണ്? CPM വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം CPM നടത്തുകയാണ്. ഇപ്പോൾ കണ്ണൂരിൽ CPIMന്റെ സംസ്ഥാന സമിതി അംഗം P ജയരാജന്റെയും ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ അല്പസമയം മുൻപാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ ജോർജിനെ സന്ദർശിച്ച് മടങ്ങിയത്. എന്തായാലും വലിയ രീതിയിൽ മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ശക്തമായ ഭാഷയിലാണ് ഈ ഒരു സംഭവത്തെ ഇതൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വീണ ജോർജിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. വീണ ജോർജ് മേഡം, നിങ്ങൾ ഒരു റാണിയോ മഹാറാണിയോ ഒന്നുമല്ല. നിങ്ങൾ കേവലം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളാൽ നിർദ്ദേശിക്കപ്പെട്ട് ഞങ്ങൾക്ക് സേവനം തരാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു ജനപ്രതിനിധി മാത്രമാണെന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇന്നിങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. എത്ര കാര്യങ്ങൾ ഈ മാസം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഭാര്യ ഭർത്താവിനെയും കൊണ്ട് എന്റെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വന്ന് അലറി വിളിച്ചിട്ടും അവിടുന്ന് ഒരു ടോക്കൺ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു CPR പോലും കൊടുക്കാൻ പറ്റാത്ത അങ്ങനെ കണ്ടിട്ട് അദ്ദേഹം അവിടെ മരണപ്പെടുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞിടയ്ക്കാണ് ആ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരു CPR കൊടുക്കാൻ പോലും സർക്കാർ ആശുപത്രിയിൽ ആരും ഇല്ലായിരുന്നു ഓർക്കുമ്പോഴത്തേക്ക് വളരെ കഷ്ടം വന്നു. അവർ പല ആവർത്തി അവിടെ കിടന്ന് കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു, എന്റെ ഭർത്താവിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കൾ അനാഥരാവുകയെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയുമ്പോൾ നമുക്ക് ആർക്കാണേലും ഒരു കുറച്ചെങ്കിലും മനസാക്ഷി ഉള്ളവർക്ക് കണ്ണീര് അടക്കി പിടിച്ച് മാത്രം, അല്ലെങ്കിൽ ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ അതൊക്കെ കണ്ടു നിൽക്കാൻ അറിയുള്ളായിരുന്നു. പക്ഷെ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മേഡം, നിങ്ങൾക്ക് ഒരു മനസാക്ഷിക്കുത്തുണ്ടാവണം. ആൾക്കാരെ അറിയണം, ജനങ്ങളെ അറിയണം, ജനങ്ങളുടെ വികാരത്തെ അറിയണം. അല്ലാതെ AC കാറിലും അതുപോലെ തന്നെ പട്ടുസാരി തുരുതുരാ മാറ്റി കൊടുത്തും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആഡംബരം കളിച്ചും കാണിച്ചും നടന്ന് ഞാൻ ഇന്നൊരു മന്ത്രിയാണെന്ന് പറഞ്ഞിരുന്ന പൊങ്ങച്ചം പറയുന്നത് നിങ്ങളെപ്പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇതൊക്കെയാണ് ഈ ഒരു 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്. അതിൽ ആരോഗ്യ പ്രവർത്തന മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം കുത്തു നിൽക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും അതൊക്കെ തന്നെയായിരിക്കും തോന്നിയിട്ടുള്ളത്. അപ്പം എന്റെ പ്രിയ പ്രേക്ഷകരെ, വീണ ജോർജിന്റെ ഈ നാടകത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഇതിനെ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും ബൈ.